ധർമ്മസ്ഥലയിൽ പുതിയ പോയിന്റിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന. ധർമ്മസ്ഥലയിലെ പ്രമുഖ വ്യക്തിയുടെ കന്യാടിയിലെ തോട്ടത്തിലാണ് പരിശോധന നടക്കുന്നത്. സാക്ഷി ചൂണ്ടിക്കാട്ടിയ ഈ പ്രദേശം 14-ാം പോയിന്റായി അടയാളപ്പെടുത്തുകയും ചെയ്തു. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. SITയുടെ അപ്രതീക്ഷിത നീക്കമാണെന്ന് ധർമ്മസ്ഥലയിൽ കണ്ടത്. പുതിയൊരു പോയിന്റ് കേന്ദ്രീകരിച്ച്, അതായത് കന്യാടിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. എന്തായാലും നേരത്തെ അടയാളപ്പെടുത്താത്ത ഒരു സ്ഥലം 13 വരെയാണ്, അതായത് 1 മുതൽ 13 വരെയാണ് അടയാളപ്പെടുത്തിയിരുന്നെങ്കിൽ പുതിയ 3 സ്പോട്ടിൽ നേരത്തെ പരിശോധന നടത്തുന്നു. അതിന് പുറമെ മറ്റൊരു പുതിയ സ്പോട്ട് 14 എന്ന് അടയാളപ്പെടുത്തിയ കന്യാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. JCB ഉപയോഗിച്ച് കുഴിച്ചാണ് പരിശോധന. എന്തായാലും സാക്ഷി ഒരു പുതിയ സ്ഥലം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ആ സ്ഥലത്ത് ഇത്തരത്തിൽ മൃതദേഹമുണ്ടെന്നാണ് സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. ഏതായാലും SIT പരമാവധി ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. സാക്ഷി ചൂണ്ടിക്കാട്ടുന്ന സാക്ഷിയെ പൂർണ്ണ വിശ്വാസത്തിലെടുത്ത് പുതിയ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നു. SITയുടെ അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ അപ്രതീക്ഷിത നീക്കമെന്നതും ശ്രദ്ധേയമാണ്. 13-ാം പോയിന്റിൽ കഴിഞ്ഞ 2 ദിവസം GPR ഉപയോഗിച്ചുള്ള പരിശോധന നടന്നെങ്കിൽ ഇന്ന് 13-ാം പോയിന്റിൽ പരിശോധന കൂടുതൽ ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 13-ാം പോയിന്റിൽ ഇന്ന് പരിശോധന നടന്നിട്ടില്ല. എന്തായാലും ഇവിടെ വലിയ തോതിൽ ഒരു പ്രതീക്ഷ SITക്കുണ്ട്. ഒപ്പം ഈ ശുചീകരണ തൊഴിലാളിക്കുമുണ്ട്. ക്ഷേത്രഭൂമിയിലെ ബാഹുബലി ഹിൽസിന് സമീപമാണ് മറ്റൊരു സർപ്രൈസ് സ്പോട്ടായി നേരത്തെ പരിശോധന നടത്തിയത്. അതിനുശേഷം വളരെ അപ്രതീക്ഷിതമായാണ് ഇന്ന് രാവിലെ ശുചീകരണ തൊഴിലാളിയുമൊത്ത് ഈ കന്യാടിയിലെ ഈ പരിശോധനയ്ക്കായി SIT സംഘം എത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ആദ്യഘട്ടത്തിലെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങവെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്നതും ശ്രദ്ധേയമാണ്. നിലവിൽ 6-ാമത്തെ പോയിന്റിൽ നിന്നാണ് ഒരു മൃതദേഹം പൂർണ്ണ മനുഷ്യന്റെ അസ്ഥികൂടം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം 11 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പുതിയൊരിടം ഈ വനത്തിനകത്ത്, പൂർണ്ണമായും വനത്തിനകത്താണ്. ഇവിടെ നിന്നുമാണ് കൂടുതൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ തെളിവുകൾ അത് കണ്ടെത്താനാണ് SITയുടെ ശ്രമം. പരമാവധി തെളിവുകൾ കണ്ടെത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ SITയുടെ നീക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുമ്പാണ് ഈ SIT സംഘം ഈ ശുചീകരണ തൊഴിലാളിയുമായി ഇവിടെ എത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലം കേന്ദ്രീകരിച്ച് മണ്ണ് മാറ്റി പരിശോധന നടക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഒരു 5:30 വരെ ഈ പരിശോധന തുടരും. ഇവിടെ നിന്നും എന്തെങ്കിലും ഇത്തരത്തിൽ മൃതദേഹ ആവശ്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ SITയെ സംബന്ധിച്ചിടത്തോളം അത് ഈ അന്വേഷണത്തിൽ, തുടരന്വേഷണത്തിൽ വലിയ തോതിൽ ഈ സാക്ഷിയുടെ മൊഴി കൂടുതൽ ബലപ്പെടുത്തുന്നതായി മാറും. എന്തായാലും അതിനുള്ള ഒരു നീക്കം തന്നെയാണ് SIT നടക്കുന്നത്. ഒരു ഭാഗത്ത് ഈ അന്വേഷണത്തിനെതിരെ വലിയ തോതിൽ എതിർപ്പുമായ ഒരു വിഭാഗം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതെല്ലാം മറികടന്നാണ് SITയുടെ ഈ പരിശോധന എന്നതും വളരെ ശ്രദ്ധേയമാണ്. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.